5 കോടിയോളം വരുന്ന നഷ്ടം വരിക ഇപ്പൊ ആവശ്യപ്പെടുക അത് റിലീസിന്റെ അങ്ങനെ നമുക്ക് അതറിയില്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മഞ്ജു ചേച്ചിയെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന് എതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എത്രമാത്രം ശരിയുണ്ടെന്നും അല്ലെങ്കിൽ അവരും അത് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പം നിങ്ങൾ ചോദിച്ചു വരുന്നത് നിങ്ങൾക്കാണെങ്കിലും അത് കൃത്യമായി അറിയണം. ഇതിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ മഞ്ജുവാർക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ പറഞ്ഞ ഞാൻ കാനഡയ്ക്ക് പോവാണ്, അപ്പോൾ മഞ്ജുവാൻ മെസ്സേജ് അയക്കുവാണ്, പോയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം, ഓക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആള് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശരിക്കും ഭയങ്കര വിഷമമാണ്. അത് പ്രത്യേകിച്ച് റിലീസ് ചെയ്യുന്ന ദിവസം. ശീതളിനി ആരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം എനിക്ക് പേഴ്സണലുമാണ് പ്രൊഫഷണലുമാണ്. ആശുപത്രിയിൽ ആസ്റ്ററിലായിരുന്നു, നമ്മളായിരുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാം സൈഡ് പ്രൊഡക്ഷനിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ വീട്ടിൽ വരുമ്പോൾ അവർക്കൊരു സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ചില ഏരിയാസ് മാക്കിയിട്ടുണ്ടല്ലോ, ഇവിടെ കൈയടിക്കും അല്ലെങ്കിൽ ഇവിടെ ആളുകൾ എഡ്ജിന് ചേർന്നിരിക്കും, ആ ഏരിയാസിന്റെ ഇല്ല. കൈയടിക്കുക എന്നുള്ളതിന് പകരം നമ്മൾ ഇപ്പൊ ഇത് കണ്ടു കഴിയുന്നവർക്കറിയാം. കണ്ടോ? സിനിമ കണ്ടോ? കാണണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇരിക്കുന്ന ആളും ഒരു ക്യാമറ ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. അവർക്ക് അപ്പോൾ കൈയടിക്കാനോ അതിൽ നിന്ന് വിടാൻ പറ്റില്ല. നമ്മളും ക്യാമറയോടൊപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അത്രയും ഫോക്കസിൽ തന്നെ സിനിമ കാണേണ്ടി വരും എന്നാണ് ആ ഉദ്ദേശത്തോടുകൂടി നമ്മൾ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇത് സാധാരണ സ്വഭാവത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ല സിനിമയുടെ സ്വഭാവം. അപ്പോൾ നിങ്ങൾ കാണണം. ഈ അനുരാഗ് പ്രസന്റ് ചെയ്യുന്ന ഒരു മലയാളം സിനിമ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിലൊക്കെ ഈ സിനിമയ്ക്ക് വലിയ ഓപ്പണിംഗ് അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളുണ്ട്. ആ സമയത്താണ് ഈ പറഞ്ഞ ഈ സിനിമയുമായി ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും പുഴുക്കുത്തുകളൊക്കെ സംഭവിക്കുന്നത്. എത്രമാത്രം സങ്കടകരമാണ് നിങ്ങളുടെ തന്നെ ഒരു ശീതൾ തമ്പി ഉയർത്തുന്ന വലിയ ആരോപണങ്ങൾ, അത് മഞ്ജുവാരുടെ പേര് വലിച്ചടക്കപ്പെടുന്നു. അതെ, നമ്മൾ ഈ സമയത്ത് അങ്ങനെ ഒരു എന്താ പറയുക, വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശരിക്കും ഭയങ്കര വിഷമമാണ്. അത് പ്രത്യേകിച്ച് റിലീസ് ചെയ്യുന്ന ദിവസം. ശീതൾ ഈ സിനിമയുടെ അംഗം എന്നതിൻ്റെ അപ്പുറത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ശീതളിനി ആരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം എനിക്ക് പേഴ്സണലുമാണ് പ്രൊഫഷണലുമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതൊരു സിനിമയുടെ ഏറ്റവും ഇന്റഗ്രൽ പാർട്ട് എന്ന രീതിയിൽ ഈ ഒരു അവസരത്തിൽ ഇത് എത്രമാത്രം ഇതൊരു വസ്തുത ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു, ഫുൾ ഫയൽസ് കാണിച്ചു. നമ്മൾ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ ആശുപത്രിയിൽ ആസ്റ്ററിലായിരുന്നു, നമ്മളായിരുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാം സൈഡ് പ്രൊഡക്ഷനിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ വീട്ടിൽ വരുമ്പോൾ അവർക്കൊരു സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ആ സ്റ്റാഫിന് എല്ലാ മന്ത്ലിയും നമ്മൾ എമൗണ്ട് ചെയ്യുമായിരുന്നു. അവർക്ക് പ്രൊഡക്ഷൻ്റെ ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം, അവർ ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കണം. ആ ബിൽസ് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇത് കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് അപകട സാധ്യത ഉള്ള ഒരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കടമെടുക്കുകയാണെങ്കിൽ അവരുടെ ബെഡ് അത് ഓക്കെ അല്ല, അത് ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകുന്ന അവർ പ്രൊഡക്ഷനെ അറിയിക്കുകയും എന്നാൽ 5 തവണ അവരോട് ചാടാൻ നിർബന്ധിക്കുകയും ഞാൻ പറയട്ടെ, ഒരു സിനിമയാകുമ്പോൾ ആക്സിഡൻസ് പറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ പറയാം, മഹേഷിൻ്റെ മലയൻ കുഞ്ഞ് എന്ന പടത്തിൽ ഫാദർ സാറിന് ആക്സിഡൻറ്റ് പറ്റി, ടൊവിക്ക് കളയിൽ ആക്സിഡൻറ്റ് പറ്റി. ഇതൊക്കെ സ്വാഭാവികമാണ്. അത് ആരും മിസ്റ്റേക്ക് കൊണ്ട് പറഞ്ഞല്ല, നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരാളെയും ആക്സിഡൻറ്റിലേക്ക് പെടുത്തുന്നില്ല. അത് ആ സിറ്റുവേഷൻ ഉണ്ടായതാണ്. ഇപ്പം ആ സമയത്ത് ഒരേ സമയത്ത് ചാടിയ ആളാണ് വിശാഖ്. ഓക്കെ, ചിലപ്പോൾ ഒരുമിച്ചാണ്, ചിലപ്പോൾ അത് അദ്ദേഹത്തിന് പകരം ചിലപ്പോൾ വിശാഖിന് പറ്റേണ്ടതായിരുന്നു. അതൊരു ആക്സിഡന്റ് ആണ്, അല്ലാതെ നമ്മളൊന്നും ചെയ്തതല്ലല്ലോ. ഈവൻ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ, കൂടെയുള്ള ക്യാമറ ഓപ്പറേറ്റർ, ആർക്കും ഇത് എനി ടൈം സംഭവിക്കും. ഷൂട്ടിനിടയ്ക്ക് മഞ്ജുവാർക്ക് ആക്സിഡന്റ് ആയി. അവർ കൈ വളഞ്ഞ് കുറേ നാൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ന്യൂസ് ചാനലിൽ കണ്ടായിരുന്നു. അവർ കൈ ഇങ്ങനെ വെച്ചാൽ നടന്നുകൊണ്ടിരുന്നത്. ഇത് എല്ലാവർക്കും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശീതൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അംഗം ഇത് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സിനിമയെ ബാധിക്കില്ല? അത് എത്രമാത്രം നിങ്ങളുടെ ഒരു അതായത് നമ്മളുടെ ഭാഗത്ത് നമ്മളുടെ ഒരു സത്യം കൂടി അറിയണമല്ലോ. നമ്മളുടെ ഇപ്പം മഞ്ജു ചേച്ചിയെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന് എതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എത്രമാത്രം ശരിയുണ്ടെന്നും അല്ലെങ്കിൽ അവരും അത് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പം നിങ്ങൾ ചോദിച്ചു വരുന്നത് നിങ്ങൾക്കാണെങ്കിലും അത് കൃത്യമായി അറിയണം അല്ലേ. അവരുടെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാക്ക് വരിക എന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല. ഇത് അവർക്ക് വേണ്ടി ചെലവഴിച്ച ബില്ലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് ആസ്റ്ററിലാണ് ഇത് ചെലവഴിക്കുക. ഇതിന്റെ ബില്ല് തന്നെ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കിയാൽ പറ്റും. 9 ലക്ഷം രൂപ അത് തന്നെയുണ്ട്. പിന്നെ അവരുടെ ഹോസ്പിറ്റൽ സർജറി കാര്യങ്ങൾ മാത്രം. അതുകൂടാതെ അവരുടെ വീട്ടിലെ എക്സ്പെൻസസ്, അവരെണീറ്റ് നടക്കുന്നത് എന്നാണോ അന്ന് വരെ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുക തന്നെ ചെയ്ത്. ഇപ്പോൾ അവരുടെ ലാസ്റ്റ് ഞങ്ങളൊപ്പം
നമ്മുടെ പാർട്ടായിട്ട് നിർത്തിയിരുന്നത്. നമ്മളെ പ്രൊമോഷന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഫോറമോളിലാണെങ്കിലും എപ്പോഴും പ്രൊമോഷന്റെ നമ്മളെ കൂടെ ഉണ്ട്. 5 കോടിയോളം വരുന്ന നഷ്ടപരിഹാരം ഇപ്പൊ ആവശ്യപ്പെടുക, അത് റിലീസിന്റെ അന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ അങ്ങനെ നമുക്ക് അതറിയില്ല, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം കൂടെ ഉണ്ടായി നിങ്ങളോട് ഉണ്ടാവാനുള്ള പറഞ്ഞു ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇദ്ദേഹമാണ് അഡ്വക്കേറ്റ്, റൈറ്റ്? അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു പുതിയൊരു കളി, അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാൻ പാടില്ല. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സമയം ഉണ്ടായിരുന്നു നമ്മളെടുത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. ശ്രീമതി മഞ്ജു വാര്യരോടേക്ക് എത്തുന്നതായിരുന്നു. കാരണം അവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ചേച്ചിയുടെയും ഒരു നല്ല ദിവസമാണല്ലോ സത്യം പറഞ്ഞാൽ. ഇത് ഒരു ആവശ്യമില്ലാതെ സ്പോയിലാവുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ അന്ന് ശരിക്കും ഒരു അറ്റാക്ക് പോലെയാണല്ലോ വരുന്നത്. ഇതിന് ഇപ്പം മഞ്ജു ചേച്ചിനായിട്ടാണെങ്കിലും ശീതളാണെങ്കിലും വളരെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. ശീതളിന് അത് മഞ്ജു വാര്യർ പോകുന്നതിന് അല്ല, ശീതൾ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ മഞ്ജു വാര്യർക്ക് മെസ്സേജ് അയച്ചിട്ട്, മഞ്ജു വാര്യന് മെസ്സേജ് അയച്ചിട്ട് ഈ പറഞ്ഞ ഞാൻ കാനഡയ്ക്ക് പോവാണ്, അപ്പോൾ മഞ്ജു വാം മെസ്സേജ് അയക്കുവാണ്, പോയിട്ട് വാ നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം, ഓക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആള് അടുപ്പത്തിലുണ്ടായിരുന്ന ഒരാൾ അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് റെഗുലർ കോണ്ടാക്ട്. അതായത് ഇപ്പോൾ രാത്രി കൂടി മെസ്സേജ് അയച്ച ആളാണ്. ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പ്രേക്ഷകർക്ക് ഒരു വിദ്യാധാരണ ഉണ്ടാവാം, നിങ്ങൾ തമ്മിലൊരു ഒത്തുകളിയാണോ ഈ ഒരു ഫൂട്ടേജിന്റെ അന്ന് തന്നെ ഇങ്ങനെ വരുമ്പോൾ? കുറെ പേര് ചോദിച്ചത് നിങ്ങളുടെ പ്രൊമോഷൻ ആണോ? ഇത്രയും ചീപ്പ് പ്രൊമോഷൻ പിടിക്കാറില്ല. ഇതിപ്പോ ഇന്നലെ രാത്രി ശീതള അയച്ച മെസ്സേജസാണ്. ഈ രാത്രി ശീതള അയച്ച മെസ്സേജസിൽ നോക്കിയാൽ മതി. ക്യാൻ യു ഗെറ്റ് മീ 2 more tickets tomorrow. അതായത് ഈ ജിതിൻ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഹെഡാണ്. അപ്പോൾ നാളെ എവിടെയാണ് ടിക്കറ്റ് വേണ്ടതെന്ന് ശീതളും കൂടെ അയച്ചിരിക്കുക. അതായത് ഇന്നലെ രാത്രി 12:15 വരെ. അല്ല, ശീതളിന്റെ ഒരു പോസ്റ്റ് ഇട്ടാണ് മൈ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ 2 ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ. ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഒരു മാനസികാവസ്ഥ, നിങ്ങൾ അവരുമായി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്, അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? അവർ ഈ പ്രശ്നത്തിന് ഉറപ്പായിട്ടും അവർ ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിൽ നിന്ന് അവരുണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതിനെയാണല്ലോ ശരിക്കും ബുദ്ധിമുട്ടിലാക്കുന്നത്. അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ളൊരു വിശ്വാസം കേരളത്തിലെ മനുഷ്യരോടും അല്ലെങ്കിൽ അവരിടപെട്ട സമൂഹത്തിലും അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റിനെയാണല്ലോ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് ഉറപ്പായും പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാവും, നമുക്കാണെങ്കിലും ബുദ്ധിമുട്ടുള്ളത് തന്നെ ചെയ്തതിലാണ് നമുക്ക് ബുദ്ധിമുട്ടുന്നത്. മഞ്ജുജി അതിനെപ്പറ്റി എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്? സംസാരിക്കണം. എന്തായാലും നടക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഫിലിം കാണണേ, ഫിലിം കാണണം. നമ്മൾ ഉറപ്പായിട്ടും കാണണം. വിഷയം ആളുകളിലേക്ക്. താങ്ക് യു എല്ലാവരും.